ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. ഈ കാണാത്ത തീരങ്ങൾ എന്ന നോവൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ പ്രശ്നമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കുറേ വ്യൂവേഴ്സ് ഈ കഥ മുൻപ് എപ്പോഴൊക്കെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ 3 നോവലുകളാണ് ഇതിൻ്റെ വായനയ്ക്കായിട്ട് കരുതി വച്ചിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. കുറേ ആളുകൾ ഈ നോവലിന് പകരം വേറെ വായിക്കാമോ എന്നുകൂടി ചോദിക്കുന്നു. നമ്മളിപ്പോൾ നിലവിൽ 3 നോവലുകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാറ്റിൽ പരന്ന സുഗന്ധം വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിക്ക് കാണാത്ത തീരങ്ങൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് വലയം എന്നുള്ളതാണ്. വലയം ഏകദേശം തീരാനായിരിക്കുന്നു. കാറ്റിൽ പരന്ന സുഗന്ധം പകുതിയോളം എത്തിയിരിക്കുന്നു. കാണാത്ത തീരങ്ങൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ധർമ്മസങ്കടം നമുക്ക് മുന്നിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറയണത്, നമ്മളെന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഈ നോവൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. അത് തീരുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ നോവലുകൾ വീണ്ടും തുടങ്ങാം. അതിൻ്റെ ഇടയിൽ ഇത് വായിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ തന്നെ ബാക്കിയുള്ള നോവലുകളൊക്കെ തീരും 100%. അതിനൊക്കെ പകരത്തിന് നമ്മൾ ഓരോരോ നോവലുകൾ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ടൈം ഷെഡ്യൂളിൽ നമുക്ക് കുറച്ചൊരു മാറ്റം വരുത്താം. പിന്നെ നിങ്ങൾക്ക് വായിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ള നോവലുകൾ ഏതെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്നതിൻ്റെ പേര് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് അയച്ചു തരാൻ കഴിയുമെങ്കിൽ അയച്ചു തരിക. നിങ്ങൾക്ക് വായനയ്ക്ക് ശേഷം തിരിച്ച് അത് അയക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ കോപ്പിയും കൂടെ. അപ്പോൾ നമ്മളെന്തായാലും ഈ വായനാ യാത്ര തുടരുക തന്നെ ചെയ്യുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം, എല്ലാവരും കൂടെ ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പം നോവലിലേക്ക് പോയാലോ. കാണാത്ത തീരങ്ങൾ, നോവൽ തുടർച്ച, അധ്യായം 2. അവൾക്ക് ഇന്നലെ കണ്ടു മറന്ന അനേകരിൽ ഒരുവൻ മാത്രമാണ് താൻ. തനിക്കോ ഇന്നലെ മുതൽ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന പെൺകിടാവ്. തൻ്റേത് വെറുമൊരു ഭ്രമം മാത്രമാണ്. ഇവിടെ വെച്ച് അത് അവസാനിപ്പിക്കുന്നതേയുള്ളൂ. ഹരിപ്പാട്ടയ്ക്ക് മടങ്ങിപ്പോകേണ്ടവനാണ് താൻ. 8:30 മണിക്ക് എല്ലാവരും ഒത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയദേവൻ നമ്പ്യാരും തങ്ങൾ 10 മണിയോടെ ഹരിപ്പാട്ടയ്ക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പ്രസ്താവിച്ചു. നാളെ പോയാൽ പോരെ എന്ന് വൈഷ്ണവി കെഞ്ചിയെങ്കിലും ഫലമുണ്ടായില്ല. ജയദേവൻ നമ്പ്യാരുടെ ഓരോ തീരുമാനവും ഓരോ കേസിൻ്റെ വിധിയെഴുത്ത് പോലെ നിശ്ചിതവും നിർണായകവുമാണ്. അച്ഛൻ, ഞാൻ നാളെയോ മറ്റന്നാളോ വന്നേക്കാം, സന്ധ്യ പറഞ്ഞു. അതെന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് ജോലിക്ക് പോകണ്ടേ? 2 ദിവസം കൂടി ലീവ് എടുക്കാം. എന്താ അതിൻ്റെ ആവശ്യം? അത് പറ. ഒന്നുമില്ല അച്ഛാ, ഇവിടുത്തെ ഫർണിച്ചറും മറ്റും സാധനങ്ങളൊക്കെ വേണ്ട പോലെ ക്രമീകരിക്കണ്ടേ. അതിനൊക്കെ കുറേ സമയം പിടിക്കും. കിച്ചു തനിച്ചല്ലേ ഉള്ളൂ. അവൻ തനിച്ചാണോ? സുധാകരനില്ലേ? പോരെങ്കിൽ സഹായത്തിന് ആരെങ്കിലും വെക്കണം. അച്ഛാ, ഇത് ഞങ്ങൾ തന്നെ ചെയ്താലേ ശരിയാവും. പിന്നെ കുറച്ച് പെയിൻറ്റിങ്സ് വാങ്ങണം. കിച്ചന് അതുവല്ലതും സെലക്ട് ചെയ്യാൻ അറിയോ? സന്ദീപ് വാദിച്ചു. സന്തുവേട്ടന് നന്നായിട്ട് അറിയാം. ഇന്നലെ നല്ലൊരു പെയിൻറ്റിങ് കണ്ടുവച്ചിട്ടുണ്ട്, കിഷോർ ദ്വയാർത്ഥത്തിൽ പറഞ്ഞു. അത് കേട്ട് പെൺകുട്ടികൾ ചിരിച്ചു. അതിലെന്തോ ഉണ്ടല്ലോ. എവിടെയാ സെലക്ട് ചെയ്തത്? അതിന് നിങ്ങളാരും പുറത്തു പോയിട്ടില്ലല്ലോ. വൈഷ്ണവി സംശയം പ്രകടിപ്പിച്ചു. അമ്മേ, കിച്ചുവേട്ടൻ കളിയാക്കിയതാ സന്ദീപേട്ടനെ. എന്താടാ കാര്യം? സുധാകരൻ നായർ കിഷോറിൻ്റെ നേർക്ക് ചൊടിച്ചു. ഒന്നുമില്ലച്ചാ, തമാശ പറഞ്ഞല്ലേ. സന്ദീപ് ആ വിഷയം ലഘൂകരിച്ചു. അവനിവിടെ 2 ദിവസം നിൽക്കട്ടെ. കുറേ ഫർണിച്ചർ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഇട്ടുവെന്നല്ലാതെ ഒന്നും വേണ്ട പോലെ ശ്രദ്ധീകരിച്ചില്ല. സന്തു ചിത്രകാരൻ കൂടിയായതുകൊണ്ട് എല്ലാം നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ, സുധാകരൻ നായർ പറഞ്ഞു. താങ്ക് യു അങ്കിളെ, സന്ദീപ് പറഞ്ഞു. അങ്ങനെ 10 മണിയോടെ ജയദേവനും ജയശ്രീയും നന്ദനയും കൂടി കാറിലെ ഹരിപ്പാട്ടയ്ക്ക് തിരിച്ചുപോയി. മൊബൈലിൽ യൂട്യൂബിൽ പ്രോഗ്രാം കണ്ട് കിടക്കുകയായിരുന്നു കിഷോർ. സന്ദീപ് ധൃതിയിൽ മുറിയിലേക്ക് വന്നു പറഞ്ഞു. എണീക്കടാ, നമുക്കൊരു ഈവനിങ് വാക്ക് പോകാം. ഈവനിങ് വാക്കോ? അതൊക്കെ പ്രായം ചെന്നവർക്കുള്ളല്ലേ. പ്രായം ചെല്ലുമ്പോൾ നമുക്കൊരു ദിവസം ഈവനിങ് വാക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നീ എൻ്റെ കൂടെ വാ. എന്താ കാര്യം എന്ന് പറ. അല്യമ്മ അവരുടെ മുറ്റത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊരു സ്ഥിരം തസ്തികയാണെന്ന് തോന്നുന്നു. നീ എണീറ്റ് വാ. സന്ദീപ് തിടുക്കം കൂട്ടി. അതിന് സന്തോഷനെ നിൻ്റെ ബഹളം കൂട്ടുന്നേ? അവരുടെ വീട്ടിൽ വെടിച്ചടിക്കല്ലേ വെള്ളം ഒഴിക്കുന്നേ? എൻ്റെ പൊട്ടം കളിക്കല്ലേ.
ഇപ്പോൾ അതുവഴി പാസ് ചെയ്ത മതിലിനും മീതെ കൂടി പരസ്പരം കാണാം. ഗേറ്റ് തുറന്നു കിടക്കുക. പറ്റിയ ഒരു ഗുഡ് ഈവനിങ് പറയാം. റിയാക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. അവിടെ പ്രതികരിച്ചില്ലെങ്കിലോ? വെറുതെ ചളിയാക്കല്ലേ. പരിചയം പുതുക്കിക്കൊണ്ടിരുന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാനും കൂടി ചമ്മേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് കിഷോർ എഴുന്നേറ്റു. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം ആൻറ്റി എന്ന് വൈഷ്ണവിയോട് പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിൽ നിന്നും ഇറങ്ങി. എനിക്ക് മനസ്സിലായി ഗോപിക പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ക്രോസ് റോഡിൽ ഇറങ്ങിയപ്പോൾ അല്ലിമയെ അവളുടെ വീട്ടുവളപ്പിൽ കണ്ടു കിഷോർ. സന്ദീപിനെ തോണ്ടി. സീനാക്കല്ലേ, നീ വാ. രണ്ടുപേരും നടന്നു. ആ വീടിൻ്റെ മുന്നിലെത്തിയതും സന്ദീപിനൊരു പാരവശ്യം തോന്നി. ഹലിമ ഹോസ് പൈപ്പിൻ്റെ അറ്റത്ത് വിരലമർത്തി പിടിച്ച് വെള്ളം ചിതറിച്ച് ചെടികളിലേക്ക് വീഴ്ത്തുന്നു. അന്തിമ സൂര്യൻ്റെ മഞ്ഞവയിൽ വീണ് അവളുടെ മുഖം അപൂർവ രമണീയമായിരിക്കുന്നു. മുടി കഴുത്തിനു പിന്നിൽ ഇടതു തോളിന് മീതെ കൂടി മാറിലേക്കിട്ടിരിക്കുകയാണ്. ഒരു പെയിൻറ്റിങ് പോലെ മനോഹരമായ ചിത്രം. സന്ദീപിൻ്റെ മനം തുടിച്ചു. ഗേറ്റിന് മുന്നിൽ അവരെ കണ്ട് അവൾ കണ്ണുയർത്തി നോക്കിയതും സന്ദീപ് പറഞ്ഞു. അവൾ വിസ്മയം പൂണ്ട് അവനെ നോക്കി. അധ്യായം 2. അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആശങ്കയോടെ കിഷോർ രണ്ടുപേരെയും മാറി മാറി നോക്കി. അടുത്ത ക്ഷണം സന്ദീപ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ നടന്നു നീങ്ങി. അല്ലിമയിൽ നിന്നും കണ്ണെടുത്ത് ഒരു ചമ്മലോടെ കിഷോറും നടന്നു. തിരിഞ്ഞു നോക്കരുത്, സന്ദീപ് സ്വരം താഴ്ത്തി ഓർമ്മിപ്പിച്ചു. എന്ത് വട്ടാണിത്? കിഷോർ ചോദിച്ചു. ആ പെണ്ണൊന്നും മിണ്ടിയില്ലല്ലോ. സന്ദീപേട്ടൻ പ്ലിങ്. അങ്ങനെയൊന്നുമില്ല, പോടാ. ഒരു നാണക്കേട് തോന്നില്ലേ? ഇല്ലെന്ന്. ഞാൻ അവളുടെ റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തില്ലല്ലോ. എന്നാലും ആ പെണ്ണ് എന്ത് വിചാരിച്ചാണ്? ഇവൻ ഏതവനാടാ എന്ന് വിചാരിച്ചാണ്. തിരിച്ചൊരു ഗുഡ് ഈവനിങ് പറഞ്ഞില്ലല്ലോ അവൾ. എൻ്റെ ഗുഡ് ഈവനിങ് കേട്ട് അന്തം വിട്ടു പോയി കാണും. നമ്മൾ അവളുടെ റിപ്ലൈ കാത്ത് നിമിഷം പോലും നിന്നില്ലല്ലോ. സന്തോഷം മനസ്സിലാക്കാനില്ല. മനസ്സിലായിട്ടുണ്ട്, അത് ഞാൻ അവളുടെ കണ്ണേ കണ്ടു. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്ന് പറഞ്ഞില്ലേ? ഹൗസ് വാമിങ് നടന്ന വീട്ടിൽ കണ്ടയാളല്ലേ ഇത് എന്ന് അവൾ ഓർക്കുമ്പോഴേക്കും ഞാൻ ഗുഡ് ഈവനിങ് പറഞ്ഞു കഴിഞ്ഞു. ടൈമിങ് കറക്റ്റായിരുന്നു. എന്ത് ടൈമിങ്? അവൾ എന്നെ നോക്കിയതും എന്നെ ഓർമ്മിച്ചെടുത്തതും ഞാൻ ഗുഡ് ഈവനിങ് പറഞ്ഞതും ഒരേ സെക്കൻഡിലായിരുന്നു. അതാണ് ടൈമിങ്. എൻ്റെ സന്തോഷം, ഞാൻ തോറ്റു. ഇതൊക്കെ ഉള്ളതാണോ അതോ ചുമ്മാ തള്ളുവാണോ? ആർക്കറിയാം. സന്ദീപ് മറുപടി പറയാതെ ചിരിച്ചതേയുള്ളൂ. 5th റിംഗ് റോഡിൻ്റെ അങ്ങേയറ്റം വരെ പോയ ശേഷം അവർ തിരികെ നടന്നു. അപ്പോൾ കിഷോർ പറഞ്ഞു, സന്തുവേട്ടനോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അവൾ ആ മുറ്റത്ത് തന്നെ കാണും. എന്നോട് താല്പര്യമൊന്നും തോന്നാൻ മാത്രം ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ കിച്ചു. ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാൻ വേണ്ടി നിൽക്കും. ഞാൻ ആരാണെന്ന് പോലും അറിയാതെ. സന്തുവേട്ടന് അവളോടൊരു ഇഷ്ടം തോന്നിയത് അവൾ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ? എടോ, ആണുങ്ങളെപ്പോലെയല്ല പെൺകുട്ടികൾ. ഒറ്റ നോട്ടത്തിൽ അവർക്ക് ആടിനോട് ഇഷ്ടം തോന്നണമെന്നില്ല. പരിചയം കൂടിക്കൂടി വരുമ്പോഴാണ് അവർക്ക് ഇയാളെ നല്ലതാണല്ലോ എന്ന് തോന്നുന്നത്. പക്ഷേ പുരുഷൻ ഒരു പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും. അതവളുടെ സൗന്ദര്യം കണ്ടിട്ട് മാത്രമായിരിക്കും. സ്കൂളും കോളേജിലൊക്കെ അങ്ങനെയല്ലേ ആൺകുട്ടികളാണ് മുന്നോട്ടിറങ്ങുന്നത്. അത് ശരിയാ, കിഷോർ സമ്മതിച്ചു. പക്ഷേ ഇവിടെ എന്തു ചെയ്യും? സന്തോഷം നാളെയോ മറ്റന്നാളോ തിരിച്ചു പോകില്ലേ? അതോടെ കൂടുതൽ പരിചയപ്പെടാനുള്ള സാധ്യത ഇല്ലാതാകുമല്ലോ. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ അസ്ഥിക്ക് പിടിച്ച ലവ് അഫെയർ ഒന്നും അല്ലല്ലോ. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. വീട്ടിലാണെങ്കിൽ ഭയങ്കര നിർബന്ധം, ഞാൻ ഉടനെ ഒരു കല്യാണം കഴിക്കണമെന്ന്. അച്ഛനും അമ്മയും സൗകര്യം തരണില്ല. ഇപ്പോൾ തന്നെ എത്ര കല്യാണാലോചനയെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സന്തോഷേട്ടന് മനസ്സ് പിടിക്കാത്തത് കൊണ്ടാണ് ഓരോ കല്യാണാലോചനയും മാറിപ്പോകുന്നെന്ന നന്ദന അമ്മയോട് പറയുന്നത് കേട്ട്. അത് ശരിയാ, സന്ദീപ് സമ്മതിച്ചു. സന്തോട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്കിത് വീട്ടിൽ അവതരിപ്പിച്ചാലോ? അതത്ര വലിയ ഐഡിയ ഒന്നുമല്ല. ഞാൻ ആൻറ്റിയോട് പറയണമെന്ന് തീരുമാനിച്ച കാര്യമാണ്. ഓ, അത്ര വരെയൊക്കെ ആലോചിച്ചോ? നീ പിന്നെ എന്താ വിചാരിച്ചേ? എനിക്ക് പ്രേമിക്കാനാണെന്നോ? സന്ദീപ് കളിയാക്കി. അവർക്ക് താല്പര്യമില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാനതങ്ങ് മറക്കും. അതല്ല ആദ്യമേ പറഞ്ഞത്. അസ്ഥിക്ക് പിടിച്ച പ്രേമമൊന്നും അല്ലല്ലോ എന്ന്. അവർ തിരികെ അല്ലമ്മയുടെ വീടിന് സമീപമെത്തി. മുറ്റത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഗേറ്റിൻ്റെ വലിയ പാളി അടഞ്ഞു കിടന്നു. നെഗറ്റീവ് റിസൾട്ടാണല്ലോ സന്തു. എന്ത് നെഗറ്റീവ്? ആൾ പോയി കളഞ്ഞു. നമ്മൾ തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്തില്ല. എൻ്റെ കിച്ചു, അവൾക്ക് ഞാൻ ആരാ? വെറും ഒരു വഴിപോക്കൻ. ഞാൻ കല്യാണം കഴിച്ചവനാണോ അല്ലയോ എന്ന് അവൾക്കറിയില്ല. ഞാൻ പോക്കരിയാണോ നല്ലവനാണോ എന്ന് അവൾക്കറിയില്ല. എനിക്ക് വിദ്യാഭ്യാസമുണ്ടോ ജോലിയുണ്ടോ എന്നറിയില്ല. ഞാൻ ഏത് ദേശക്കാരനാണെന്ന് പോലും അറിയില്ല. ആ എന്നെ അവൾ കാത്തു നിൽക്കുമോ? വെറുതെ വിഡ്ഢിത്തം പറയല്ലേ. അപ്പോൾ ഞാൻ ഈ വിഷയം വിട്ടു. രണ്ടുപേരും
മിണ്ടാതെ നടന്നു. പക്ഷെ രാത്രി ഭക്ഷണത്തിനരികെ ഗോപിക ഈ വിഷയം സുധാകരൻ നായരോടും വൈഷ്ണവിയോടും സൂചിപ്പിച്ചു. സന്തുവേട്ടൻ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ലക്ഷണം കാണുന്നുണ്ട്. ഒന്ന് മുറുകെ പിടിച്ചു നോക്കിയാലോ? സുധാകരൻ നായരും വൈഷ്ണവിയും സന്ദീപിനോട് സംഗതി സത്യമാണോ എന്ന് തിരക്കി. ഒരു താല്പര്യം തോന്നിയെന്ന് സന്ദീപും തുറന്നു സമ്മതിച്ചു. അല്ലമ്മയാണ് പെൺകുട്ടിയെന്നറിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് നോക്കാമെന്നായി സുധാകരൻ നായർ. അങ്കിളെ ഇപ്പോൾ വേണ്ട, ഞാൻ ഒന്നുകൂടി കാണട്ടെ, സന്ദീപ് പറഞ്ഞു. ഇനി കാണാൻ എന്തിരിക്കുന്നു? ഗോപിക ചോദിച്ചു. ഇന്നലെ കണ്ടില്ലേ, അകന്നു നിന്നും അടുത്തു നിന്നും കണ്ടു. സംസാരിച്ച ഫോട്ടോയും വീഡിയോയും കണ്ടു. ഇന്ന് രാവിലെയും വൈകുന്നേരം കണ്ടു. പോരെ, ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ പറയാം, സന്ദീപ് പറഞ്ഞു. എനിക്ക് ആ ഫാമിലി അത്ര പരിചയമൊന്നുമില്ല. 5th ക്രോസിലെ ഒരു അയൽക്കാരൻ എന്ന നിലയിലേ അറിയൂ. അവരുടെ കുടുംബസ്ഥിതിയും കുലവും മഹിമയും തൊഴിലുമൊക്കെ ഇനി ആരോടെങ്കിലും ചോദിച്ചറിയണം. എത്രയായാലും നമ്മളത്ര മോശക്കാരില്ലല്ലോ, സുധാകരൻ നായർ നല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നടക്കേണ്ടതാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ വിട്ടേക്കണം. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞിട്ട് മതി അങ്കിളെ അവരോട് സംസാരിക്കുന്നതൊക്കെ. നമ്മൾ പ്രൊപ്പോസലുമായിട്ട് ചെല്ലുമ്പോൾ അവർ റിജക്റ്റ് ചെയ്താൽ പിന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. നാണക്കേടല്ലേ? സന്ദീപ് ചെറിയ ചമ്മലോടെ പറഞ്ഞു. നാണക്കേടെന്താ? കല്യാണം ആലോചിക്കുന്നതൊക്കെ നാട്ടു നടപ്പല്ലേ? ഇതുപോലൊരു വീട്ടിലല്ലേ അവരും താമസിക്കുന്നത്, അല്ലാതെ അംബാനിയുടെ മാതിരി വലിയ ബംഗ്ലാവിലൊന്നും അല്ലല്ലോ, വൈഷ്ണവി പറഞ്ഞു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സന്ദീപ് കിഷോറിൻ്റെ അടുത്ത് നിന്ന് ഒരു നിർദ്ദേശം വെച്ചു. നമുക്ക് രാവിലെ എണീറ്റ് നടക്കാൻ പോയാലോ? വട്ടായോ? അതെന്താ, നടക്കാൻ പോകുന്ന അതിൻ്റെ ലക്ഷണമാണോടാ? രാവിലെ മോർണിംഗ് വാക്ക്, വൈകുന്നേരം ഈവനിങ് വാക്ക്, ഉച്ചയ്ക്ക് ഒരു നൂൺ വാക്ക് കൂടി നടത്തിയാലോ? നിനക്കിതൊക്കെ ഒരു തമാശയായിരിക്കും. എനിക്ക് ഈ വർഷം പെണ്ണ് കെട്ടിയേ തീരൂ. അച്ഛനൊരു പ്രപ്പോസൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ. ചേച്ചിയുടെ വക വേറൊരെണ്ണം. ഞാൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ഒന്നിനും വഴങ്ങാതെ പിടിച്ചു നിൽക്കുന്നത്. ഇത് ശരിയായി വന്നാൽ ഞാനങ്ങ് സമ്മതിക്കും. ഓക്കെ, രാവിലെ എത്ര മണിക്ക്? 5:30. ഓക്കെ, അപ്പോഴാണോ അവളും നടക്കാനിറങ്ങുന്നത്? അവളോ? കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കടാ, നിൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തല്ലേ ഞാൻ. ഓ, 2 or 3 വയസ്സ്, അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോട്ടെ, രാവിലെ നടക്കാൻ പോകുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പുഴക്കരയിൽ നടപ്പാതയിൽ വെച്ച് പരസ്പരം ക്രോസ് ചെയ്യാം, ഒരു ഗുഡ് മോർണിംഗ് പറയാം. അതുകൊണ്ടൊക്കെ എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, ഒന്നുകൂടെ എന്നെ കാണുമ്പോൾ മനസ്സിൽ പതിയല്ലോ. അതായത് അങ്കിളും ആൻറ്റി എൻ്റെ പ്രൊപ്പോസലായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖം ഓർമ്മ വരണം. ഓ, സൈക്കോളജിക്കൽ അപ്രോച്ചാണല്ലോ. ശരി, നടക്കട്ടെ. 7:30 മണി വരെ കിടന്നുറങ്ങുന്ന ഞാൻ 5:30 മണിക്കെണീറ്റ് ഒരു ത്യാഗം ചെയ്യാം. എന്നെ വിളിച്ചാൽ മതി, കിഷോർ സമ്മതിച്ചു. രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു. വെളുപ്പിന് 5:30 മണിക്ക് ഉണരാൻ പാകത്തിൽ മൊബൈൽ ഫോണിൽ അലാറം വെച്ചിട്ടാണ് സന്ദീപ് ഉറങ്ങിയത്. ആരോ സ്വപ്നത്തിൽ നിന്നും വിളിച്ചുണർത്തിയ പോലെ സന്ദീപ് വെളുപ്പാങ്കാലത്ത് ഉണർന്നു. അലാം ശബ്ദിക്കാൻ ഇനിയും 5 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. സന്ദീപിന് അത്ഭുതം തോന്നി. എന്തൊരാകാംക്ഷയാണിത്, എന്തുമാത്രം പ്രതീക്ഷയാണ് അബോധ മനസ്സിന്. സന്ദീപ് എന്ന് കിഷോറിനെ വിളിച്ചുണർത്തി. കുറേ കുലുക്കി വിളികൾക്കും ഞരങ്ങൾക്കും ശേഷമാണ് അവൻ ഉണർന്നത്. രണ്ടുപേരും 6 മണിയോടെ നടക്കാൻ റെഡിയായിട്ടിറങ്ങി. വീതിയുള്ള നടപ്പാതയിൽ പ്രഭാത സവാരിക്കാർ നടപ്പ് തുടങ്ങിയിരുന്നു. അവരുടെ ഇടയിലേക്ക് സന്ദീപും കിഷോറും അണിചേർന്നു. കടമ്പയാറിന് മീതെ അവിടെ ആവി പറക്കുന്ന പുകമഞ്ഞ് പോലെ പാറിക്കിടക്കുന്നു. പുഴ ഒഴുക്കില്ലാതെ ഓളമില്ലാതെ പായലും ആമ്പലും ഇടകലർന്ന് കിടക്കുന്നു. ആദ്യ റൗണ്ട് നടത്തത്തിനിടയിൽ എവിടെയും അല്ലിമയെയും അവളുടെ അച്ഛനെയും സഹോദരനെയും കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് വരില്ലെന്ന് തോന്നുന്നു സന്തുവേട്ട, പണിവാളിയല്ലോ. കിഷോർ അല്പം പരിഹാസത്തിൽ ചിരിച്ചു. 3ാമത്തെ റൗണ്ട് തുടങ്ങിയപ്പോൾ അല്ലിമയും അവളുടെ അച്ഛനും ഗേറ്റ് കടന്ന് 5ാം നമ്പർ ക്രോസ് റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. സന്ദീപ് കിഷോറിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് നടപ്പു നിർത്തി. വാ, തിരിച്ചു നടക്കാം. നമ്മൾ അങ്ങേയറ്റം വരെ പോയില്ലല്ലോ. കിഷോർ വിസ്മയം കൊണ്ടു. പറയുന്നത് കേൾക്ക്, വാ. സന്ദീപ് പെട്ടെന്ന് കിഷോറിനെയും കുട്ടി പുഴയോരത്തേക്ക് തിരിച്ചു നടന്നു. എന്താ കാര്യം? കിഷോർ ചോദിച്ചു. ഇപ്പോൾ അവർ 3 പേരും ഒന്നിച്ച ഒരു റൗണ്ട് കഴിയുമ്പോൾ അവൾ കുറച്ച് പിറകിലാകും. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. ഇപ്പോൾ ക്രോസ് ചെയ്താൽ എന്താ കുഴപ്പം? ആരോട് ഗുഡ് മോർണിംഗ് പറയും ഞാൻ? 3 പേരും ഒപ്പം ഉള്ളപ്പോൾ അവളുടെ അച്ഛനോടല്ലേ പറയാൻ പറ്റൂ? അതല്ലേ മര്യാദ? ഇതൊക്കെ നേരത്തെ ആലോചിച്ച് വെച്ചിരിക്കുന്നതാണോ അതോ പെട്ടെന്ന് തോന്നുകയാണോ? കിഷോർ വിസ്മയത്തോടെ സന്ദീപിനെ നോക്കി. എടാ, ഇതൊക്കെയാണ് പ്രായോഗിക ബുദ്ധി. ആവശ്യമുള്ളപ്പോൾ താനെ തോന്നും. നടക്കുന്നതിനിടയിൽ കിഷോർ പിന്നിലേക്കൊന്ന് പാളി നോക്കി.
അച്ഛനും മകളും സഹോദരനും ഏതാണ്ട് 50 വാര പിന്നിലായി നടന്നു വരുന്നുണ്ട്. റൗണ്ട് 2 കോടി കടന്നു. അപ്പോൾ അല്ലിമ കുറച്ച് പിന്നിലായി. അച്ഛനും സഹോദരനും മുന്നോട്ട് പോയി. പുഴക്കരയിലെ മരങ്ങൾ കൂടി നിൽക്കുന്ന ഭാഗം കഴിഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു, ഇനി തിരിച്ചു നടക്കാം. കിഷോറും സന്ദീപും തിരിച്ചു നടക്കാൻ തുടങ്ങി. ഇപ്പോൾ എതിരെ നടന്നു വരുന്ന അല്ലിമയുടെ സഹോദരനെയും അച്ഛനെയും വ്യക്തമായി കാണാം. നീ അവളുടെ അച്ഛനോട് ഗുഡ് മോർണിംഗ് പറയണം, സന്ദീപ് നിർദ്ദേശിച്ചു. അതെന്തിനാ? വേണം. അവളുടെ ബ്രദറിനോടോ? അവനെ തൽക്കാലം നമുക്ക് ഇഗ്നോർ ചെയ്യാം. അല്ലിമയുടെ അച്ഛൻ രാജഗോപാൽ നേരെ മുന്നിലെത്തിയപ്പോൾ കിഷോർ അയാളെ നോക്കി മന്ദഹസിച്ചു. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. കിഷോറിനെ നോക്കി മന്ദഹസിച്ചിട്ട് അയാൾ കടന്നുപോയി. പുറകെ വന്ന വിശാഖ് കിഷോറിനെ കണ്ട് പുഞ്ചിരിച്ച് കടന്നുപോയി. 15 അടിയോളം പിറകിലായിരുന്നു അല്ലിമ. കിഷോർ മനഃപൂർവ്വം ഒരു ചുവട് പിന്നോട്ട് നിന്നു. അല്ലിമയിൽ തന്നെ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് സന്ദീപ് മുന്നോട്ട് നീങ്ങിയത്. തന്നെ അവൾ നോക്കുന്ന നിമിഷത്തിലായി അവൻ കാത്തുനിന്നു. അവളുടെ നോട്ടം വീണതും അവൻ കൈത്തല ഉയർത്തി ഗുഡ് മോർണിംഗ് പറഞ്ഞു. നേരിയ ഒരാശ്ചര്യം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ഗുഡ് മോർണിംഗ്, അല്ലിമ പ്രതിവചിച്ചു. അവൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന മട്ടിൽ സന്ദീപ് നടന്നു. അല്ലിമ കിഷോറിനെ നോക്കി മന്ദഹസിച്ചു. നടക്കാനിറങ്ങിയതാ, കിഷോർ അവളോട് പറഞ്ഞു. അല്ലിമ തലയാട്ടിയിട്ട് കടന്നുപോയി. കിഷോർ വേഗം സന്ദീപിൻ്റെ ഒപ്പമെത്തി. സക്സസ്, കിഷോർ മന്ത്രിച്ചു. എന്ത് സക്സസ്? അവൾ റിയാക്ട് ചെയ്തു. ഞാൻ കണ്ടില്ലല്ലോ. നടക്കാനിറങ്ങിയതാണോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തലയാട്ടി. നിങ്ങളെ അയൽക്കാരല്ലേ? ആ പരിചയം കൊണ്ടായിരിക്കും. സന്തവേട്ടൻ മോർണിംഗ് പറഞ്ഞപ്പോഴോ? പ്രത്യേകിച്ചൊരു റിയാക്ഷൻ ഉണ്ടായില്ല. പക്ഷേ കണ്ണിൽ ഇന്നലത്തെ ഓർമ്മയുണ്ടായിരുന്നു. അതങ്ങനെ 1/2 സെക്കൻഡ് കൊണ്ട് തിരിച്ചറിയും. അതാണ് ബോഡി ലാംഗ്വേജ്. വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ സന്ദീപ് നടപ്പ് നിർത്തി. മതിയോ? 2 റൗണ്ട് കൂടെ നടന്നൂടെ? ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കുമ്പോൾ 2 തവണ കൂടി അല്ലിമയെ ക്രോസ് ചെയ്ത് പോകാമല്ലോ. ഇപ്പോഴത്തെ ഗുഡ് മോർണിംഗിൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ അടുത്ത റൗണ്ടിൽ കിട്ടിയേക്കും, കിഷോർ പറഞ്ഞു. അവൾ നമ്മളെ നോക്കാതെ മുഖം തിരിച്ച് കടന്നുപോയാലോ? നമുക്കത് ക്ഷീണമല്ലേ? പിന്നെ അവളുടെ മുന്നിൽ കൂടി കടന്നുപോയാൽ അവൾ കരുതും വായനോട്ടക്കാരനാണെന്ന്. ആ ഗുഡ് മോർണിംഗിനും ഇന്നലത്തെ ഗുഡ് ഈവനിങ്ങും പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നും. ഇപ്പോൾ ഈ നിർത്തലായാലുണ്ടല്ലോ നമ്മുടെ ഇമേജ് ക്ലീൻ. ഈ നമ്പറുകളൊക്കെ നിങ്ങൾ എവിടുന്നാണ് പഠിച്ചേ? ഇതൊന്നും ആരും പഠിപ്പിക്കണ്ട. നമ്മുടെ തന്നെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, സന്ദീപ് ചെറുചിരിയോടെ പറഞ്ഞു. നീ വേണമെങ്കിൽ പേപ്പർ വായിച്ചിട്ട് സിറ്റൗട്ടിലിരുന്നു. അവൾ അടുത്ത റൗണ്ട് നടന്നു വരുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് കാണാം. സന്തോട്ടം കൂടി ഇവിടെ ഇരുന്നാലെന്താ? കിഷോർ നെറ്റി ചുടിച്ചു. ഞാനിരുന്ന അവളെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് അവൾക്ക് തോന്നിയെങ്കിലോ? തോന്നിയാലെന്താ? നമ്മുടെ വില പോകും. ഞാൻ പ്രപ്പോസ് ചെയ്യാനുള്ളവനല്ലേ? സന്ദീപ് അകത്തേക്ക് പോയി. കിഷോർ പത്രവും വായിച്ച് സിറ്റൗട്ടിലിരുന്നു. അല്ലിമ അടുത്ത റൗണ്ട് വരുന്നത് അവൻ കണ്ടു. പത്രം വായിക്കാനിടുന്ന മട്ടിൽ അവൻ ഒളികൾ നിട്ട് കൂടെ കൂടെ നോക്കി. അവളെ ഈ വീടിന് നേർക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഛേ, കിഷോർ പരിതപിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനിരുന്നപ്പോൾ ഗോപിക ചോദ്യക്കടലാസ് വായിച്ചു. വെളുപ്പിന് 5:30 ഉണരാനുള്ള അന്തപ്രചോദനം എന്തായിരുന്നു? ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്താണോ അതോ രാവിലെ തോന്നിയ ബുദ്ധിയാണോ? എത്രാമത്തെ റൗണ്ടിലാണ് പരസ്പരം കണ്ടുമുട്ടിയത്? എന്തെങ്കിലും ആശയവിനിമയം നടന്നോ? എല്ലാത്തിനും മറുപടി പറഞ്ഞത് കിഷോറാണ്. സന്ദീപ് ഒരു കള്ളച്ചിരിയായിരുന്നു ആഹാരം കഴിച്ചു. ഞാനും വൈഷ്ണവിയും കൂടി ഇന്ന് വൈകുന്നേരമോ നാളെയോ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കട്ടെ, സുധാകരൻ നായർ ചോദിച്ചു. ഞാൻ പോയി കഴിഞ്ഞിട്ട് മതി ഞങ്ങളെ. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ? വേണ്ട, ഞാൻ ഇന്ന് തന്നെ പോയിക്കോളാം. ആ പെണ്ണിനെ പേടിച്ചാണോ നീ സ്ഥലം വിടുന്നത്? വൈഷ്ണവി ചോദിച്ചു. പേടിയോ? എന്തിന്? എന്നെ ഇഷ്ടമില്ലെന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ എനിക്ക് ആ മുഖം കാണണ്ട. എങ്കിൽ നീ നാളെ പോയാൽ മതി. നീ പോയി കഴിഞ്ഞേ ചോദിക്കുന്നുള്ളൂ, സുധാകരൻ നായർ ചിരിയോടെ പറഞ്ഞു. ആ ചോദ്യം നീട്ടിക്കൊണ്ട് പോകാനുള്ള ക്ഷമയില്ല, സന്ദീപ് പറഞ്ഞു. ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകും. അങ്കിളും ആൻറ്റിയും ഇന്ന് വൈകുന്നേരം തന്നെ അവരോട് സംസാരിക്കുക. അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനമായി. ഉച്ചയ്ക്ക് ഊണുകൂടി കഴിഞ്ഞ് സന്ദീപ് എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ ചെറിയ നിസാൻ മൈക്രോ കാറിൽ കയറി ഹരിപ്പാട്ടേക്ക് യാത്രയായി. 2.5 മണിക്കൂറിനുള്ളിൽ സന്ദീപ് വീട്ടിലെത്തിച്ചേർന്നു. 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ എന്താ നേരത്തെ പോന്നത്? മകൻ പെട്ടെന്ന് തിരിച്ചെത്തിയ സന്തോഷം ഗൗരവത്തിൻ്റെ മുഖംമൂടിയിട്ട് മറിച്ച് രാജശ്രീ നമ്പ്യാർ ചോദിച്ചു. അമ്മയെ കാണണമെന്ന് തോന്നി, അപ്പോഴേ പോന്നു, സന്ദീപ് കുസൃതിച്ചിരിയോടെ പറഞ്ഞു. പോട കള്ള, അമ്മയെ കാണണം തോന്നി ഇത്രേ. എന്നുവെച്ചാൽ പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ, അമ്മയെ കണ്ടില്ലെങ്കിൽ സങ്കടം വരാം. സന്ദീപ് തൻ്റെ മുറിയിലെത്തി ഡ്രസ്സ് മാറി. വെറുതെ
കിടക്കയിലേക്ക് ചാഞ്ഞു കിടന്ന് കണ്ണടച്ചു. അല്ലിമയുടെ രൂപം അവൻ്റെ മനോദർപ്പണത്തിൽ തെളിഞ്ഞു. നീലച്ചവി കലർന്ന പുഞ്ചിരി. നടപ്പാതയിലൂടെ ഏകാഗ്നിയായി നടന്നു വരുന്ന അല്ലിമ. അവൾക്ക് പിന്നിൽ പുഴയ്ക്ക് മീതെ ആവി പൊന്തിയതുപോലെ പറക്കുന്ന പുകമഞ്ഞിൻ്റെ പടലങ്ങൾ. എല്ലാം ഒരു സ്വപ്നം പോലെ ഇപ്പോൾ അവനെ തോന്നി. കിടന്നുകൊണ്ട് തന്നെ അവൻ കിഷോറിൻ്റെ ഫോണിൽ വിളിച്ചു. കിഷോറിൻ്റെ ഹലോ ശബ്ദം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, എത്തിയടാ, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞേക്ക്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ. മറ്റേ പ്രപ്പോസൽ അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അച്ഛനോടും അമ്മയോടും സംസാരിക്കട്ടെ. അവർ നോ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അവർ യെസ് പറഞ്ഞിട്ട് പോയാൽ മതി അല്ലിമയുടെ വീട്ടിൽ. അത് ഞാൻ അമ്മയോട് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നീ അവളെ കണ്ടോ? ഇല്ല. കാണണോ? വേണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഹംസമാകാം, ദൂതുമായിട്ട് പോകാം. കിഷോർ ചിരിച്ചു. എൻ്റെ പൊന്നെ, കുളമാക്കാതിരുന്നാൽ മതി. നീ അങ്ങോട്ട് നോക്കുകയേ വേണ്ട. അസൂയ, കുശുമ്പ്. വയ്ക്കട്ടെ. എടാ മോനെ ചായ. രാശ്രീ വാതുക്കലെത്തി. ആ നീ വെച്ചോ. സന്ദീപ് കോള് കട്ട് ചെയ്തു. രാശ്രീ അകത്തേക്ക് വന്നു. നീ ആർക്കാ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്? കിച്ചുവിനെ വിളിച്ചതാ ഇവിടെ എത്തിയെന്ന് പറയാൻ. സന്ദീപ് എഴുന്നേറ്റിരുന്ന് അമ്മയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി. സന്തു, നന്ദന ഇവിടെ വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. നീ അവിടെ ഒരു പെണ്ണിനെ കണ്ടെന്നോ ഇഷ്ടപ്പെട്ടെന്നോ? ശരിയാണോ? നശിപ്പിച്ചു. എന്ത് നശിപ്പിച്ചു? ആര് നശിപ്പിച്ചു? അവള്, നന്ദന. അമ്മ, ഞാനിത് വളരെ ഗൗരവമായിട്ട് പറയാനിരുന്നൊരു സംഗതിയാണ്. അവൾക്കൊരു വിവരമില്ലല്ലോ. ഒന്നും നശിപ്പിച്ചില്ല. നീ പറയ്. ഇനി എന്ത് പറയാനാ? അമ്മ എല്ലാം അറിഞ്ഞില്ലേ? അവൾ വേണമെങ്കിൽ ഫോട്ടോയും വീഡിയോയും കൂടി കാണിച്ചിട്ടുണ്ടാവും. ആ, കാണിച്ചു. അവളുടെ മൊബൈലുണ്ട്. കാണാനൊക്കെ നല്ല പെൺകുട്ടിയാണ്. അമ്മ നേരിട്ട് കണ്ടത് ഓർക്കുന്നില്ലേ? ഉണ്ടെന്നേ, ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. ആ കുട്ടിയുടെ മുഖത്ത് തെളിച്ചവും ഭംഗി ഐശ്വര്യമൊക്കെ ഞാൻ അപ്പോഴേ ഓർക്കുകയും ചെയ്തു. ഷോ, ഇവിടെ എൻ്റെ സന്തോന് വേണ്ടി ആലോചിച്ചാലോ എന്ന്. ചുമ്മാ. അല്ലടാ, സത്യം. നീ അവളെ നോട്ട് ചെയ്തെന്ന് നന്ദന പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എല്ലാ ലക്ഷണവും നോക്കിയിട്ട് അത് തരക്കേടില്ല എന്ന് എനിക്കും തോന്നി. ഓ, നിനക്ക് ഒരാളെങ്കിലും മനസ്സിൽ പിടിച്ചല്ലോ, അത് അത്ഭുതം. എന്നാൽ അമ്മയൊരു കാര്യം ചെയ്യ്. ഇന്ന് തന്നെ അച്ഛനോട് പറ, അങ്കിളും ആൻറ്റിയും കൂടി അവളുടെ വീട്ടിൽ പോയി സംസാരിക്കണമെന്ന്. അവരെ സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അച്ഛനും സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞോളാം. അങ്കിളിനെ വിളിച്ച് അമ്മ തന്നെ പറഞ്ഞേക്കണം നാളെ തന്നെ അവരോട് സംസാരിക്കാൻ. അവർക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് മനപ്രയാസമാവും കൂടാ. ഏയ്, അങ്ങനൊന്നുമില്ല അമ്മേ. സന്ദീപ് അത് ചിരിച്ചു തള്ളി. രാത്രി രാജശ്രീ ഭർത്താവുമായി സന്ദീപിൻ്റെ വിഷയം സംസാരിച്ചു. അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആലോചിക്കാം എന്ന് ജയദേവൻ നമ്പ്യാർ മറുപടിയും പറഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുവിട്ടും. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ.